ഹലോ ഗൈസ്, നമ്മളെല്ലാവരും ഫ്രണ്ട്സിന്റെ കല്യാണത്തിനൊക്കെ പോകാറില്ലേ? ഇത്രയും ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ? എല്ലാവരും നമ്മൾ ഒരുമാതിരി നോട്ടം നോക്കും. ലേറ്റ് ആവാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ വരാനൊരു 30 മിനിറ്റ് വൈകി. പിന്നെ വൈറ്റില വഴി പോകേണ്ട ഞങ്ങൾ കോട്ടയം വഴി പോയി. 1:15 കല്യാണ വീട്ടിലെത്തുന്ന ഞങ്ങൾ 2 മണിയായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായില്ല. ഇത്രയൊക്കെ ലേറ്റ് ആയിട്ടും ഹരീഷണ്ണ ഒരു കൂസലില്ല, ഒരു വിരലുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കണം. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ലേറ്റ് ആയി, പിന്നെ വിരല് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പതിയെ അങ്ങ് പോയി. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഫംഗ്ഷനും കഴിഞ്ഞ് വന്നവരെല്ലാവരും വീട്ടിലും പോയി. കാറ്ററിംഗുകാരാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കയറിച്ചെല്ലാണ്. കാറ്ററിംഗുകാർ മനസ്സിൽ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കൂടി എടുത്ത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. നല്ല വിശപ്പുണ്ടായി, അതുകൊണ്ട് വാരിട്ട് ഞങ്ങൾ ഫുഡ് ഓടി കൊണ്ടുവച്ച സാധനം ആദ്യം പ്ലേറ്റിലാക്കി, അവിടെ നിന്ന് നേരെ വയലിലാക്കി. പറഞ്ഞ നേരം കൊണ്ട് സാധനം തീർന്നു. അത്രയും ലേറ്റ് ആയിട്ട് വന്ന് ഞങ്ങളുടെ ഫുഡ് ഓടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫോട്ടോഷൂട്ട് തുടങ്ങില്ല. ക്യാമറമാർ മാറിയും തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുപ്പ്. ഇത് ഒളിഞ്ഞു നോക്കണം. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് വണ്ടി വിട്ടു കാക്കനാടക്ക്. ഞങ്ങൾ പോണ വഴിക്കാണെങ്കിൽ നല്ല ചിമിട്ടും മഴയും പെയ്തു. വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ? അവനെ വെക്കരുത്, അവനെ കയറ്റി വെക്ക്. കമ്മലിട്ടാൻ പോയ ആരും വരുമെന്ന്. അങ്ങനെ KSRTCയുടെയും പ്രൈവറ്റ് ബസിന്റെ അടവപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയത്ത് എത്തി. ഈ സാധനം കൊണ്ട് ഇവരെ എന്താ ഉദ്ദേശിച്ചെന്നും എന്താ ഗുണമെന്നും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറത്തെ അങ്കംവെട്ടിന് ശേഷം ഞങ്ങൾ കാക്കനാട് എത്തി. അതിനിടയിൽ ഒരു ബലേനോ സിറ്റി ക്രാഷിൽ ബലേനോയുടെ മുഖം മൊത്തം പൊളിഞ്ഞ് പണ്ടാറടങ്ങിപ്പോയി. ബിൽഡ് ക്വാളിറ്റി വേഴ്സസ് മൈലേജ്. അപ്പൊ വൈകി പോയ കല്യാണത്തിന്റെ കഥ കഴിഞ്ഞു. ഇതേപോലെ പുതിയ കഥയായിട്ട് ഞാൻ വരാം. നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ പോണു. ബൈ.